जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. വോളിയം 7 ശ്രീല പ്രഭുപാദ് ആ സമയത്ത് ബോസ്റ്റണിലുണ്ടായിരുന്ന സമയമാണ്. ബോസ്റ്റണിൽ 3 ഡിവോട്ടീസാണ് പ്രഭുപാദിനെ ഹോസ്റ്റ് ചെയ്തത്. ഒന്ന് സത്സ്വരൂപ മഹാരാജ്, പിന്നെ പ്രഭുപാദിന്റെ സാൻസ്ക്രിറ്റ് എഡിറ്ററായിട്ടുള്ള പ്രദ്യുമ്ന ദാസ്, പിന്നെ സത്സ്വരൂപ മഹാരാജിന്റെ പിൻകാലത്ത് ഭാര്യയായിട്ട് മാറിയ ജദ്ദുറാണി മാതാജി. ഇവർ 3 പേരുമാണ് പ്രഭുപാദിനെ ഹോസ്റ്റ് ചെയ്തത്. അപ്പം ലാസ്റ്റ് ബോസ്റ്റണിലുണ്ടായിരുന്നിട്ട് ലാസ്റ്റ് തിരിച്ചു പോകുന്നതിന് പിന്നെ അടുത്ത ട്രിപ്പ് മോൺട്രിയലിലേക്ക് പോവാം. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള 2 ദിവസം മുമ്പുള്ള ഒരു കാര്യമാണ് സത്സ്വരൂപ മഹാരാജ് ലീലാമൃതയിൽ പറയുന്നത്. അപ്പൊ അതില് പ്രഭുപാദ് ഒരു ദിവസം മോർണിംഗ് വാക്ക് നടക്കുന്ന സമയത്ത് പ്രഭുപാദ് സത്സ്വരൂപ മഹാരാജിനോട് ചോദിച്ചു, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ മോൺട്രിയലിലേക്ക് പോകും, ഇത് ഓൾ റൈറ്റ് ആണോ, ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം മഹാരാജന് എന്ത് പറയണം എന്ന് അറിയത്തില്ലായിരുന്നു. കാരണം അത് ഓക്കെ ആണെന്നോ അല്ലെന്നോ പറയാൻ പറ്റത്തില്ല. എന്തായാലും പ്രഭുപാദ് പോകും. അപ്പൊ അങ്ങനെ ഒന്നും പറയാതെ ഒന്നും. അപ്പം പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് സത്സ്വരൂപ മഹാരാജ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പ്രഭുപാദ്, അങ്ങ് ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും അങ്ങയോട് ചോദിക്കാം, അങ്ങയുടെ അടുത്തുനിന്ന് ഡയറക്ഷൻസ് എല്ലാം എടുക്കാം. പക്ഷെ അങ്ങ് എപ്പോഴും നമ്മുടെ കൂടെ കാണത്തില്ലല്ലോ, അപ്പൊ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു. എന്നാൽ പ്രഭുപാദ് അപ്പൊ ഇങ്ങനെ ആൻസർ ചെയ്തു, കൃഷ്ണ ആൻഡ് കൃഷ്ണാസ് നെയിം ഈസ് നോൺ ഡിഫറെന്റ്, ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിച്ചു. കൃഷ്ണനും കൃഷ്ണന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് പ്രഭുപാദ് അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പൊ ഒരു ശിഷ്യൻ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ ആത്മാർത്ഥമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഭഗവാൻ അന്തര്യാമിയായിട്ടിരുന്ന് ആ വ്യക്തിയെ ഗൈഡ് ചെയ്യും എന്ന് ശ്രീല പ്രഭുപാദ് അതുകൊണ്ട് പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഗൈഡൻസ് നഷ്ടപ്പെടത്തില്ല, എന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ സിൻസിയറായിട്ട് ഫോളോ ചെയ്താൽ മതി എന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അന്ന് പിന്നെ പ്രദ്യുമ്ന പ്രഭു പറഞ്ഞു, ഞാൻ പ്രഭുപാദിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ എയർപോർട്ടിൽ വെച്ചിട്ട് ജദുറാണി മാതാജിക്ക് പ്രഭുപാദ് പോയപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായി, കരയാനായിട്ട് തുടങ്ങി. പ്രഭുപാദ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ അതൊക്കെ മാറ്റിയിട്ട് പ്രഭുപാദ് പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് പ്രഭുപാദ് ഒരു ലെറ്റർ അയച്ചു. എനിക്ക് നിന്റെ കരഞ്ഞ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിനക്ക് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും, പക്ഷെ നിനക്കൊരിക്കലും ഭഗവാന്റെ നാമം കൈവിടാതിരിക്കുക, അപ്പൊ നിനക്ക് ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടും എന്നുള്ള രീതിയിൽ പ്രഭുപാദ് ജദുറാണി മാതാജിയോട് ലെറ്റർ അയച്ചു. അപ്പം സത്സ്വരൂപ മഹാരാജ് ഇതിൽ നിന്ന് നമുക്ക് പറഞ്ഞിരുന്നൊരു കാര്യം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൃഷ്ണൻ ഉള്ളിൽ നിന്ന് നമ്മളെ ഗൈഡ് ചെയ്യും, നമുക്കൊരിക്കലും ഒരു ഗൈഡൻസ് നഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് പ്രഭുപാദ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സത്സ്വരൂപ മഹാരാജ് പറയുന്നത്, ഒരിക്കലും ഒരു ആധ്യാത്മിക ഗുരുവിന്റെ വേർപാട് അനുഭവം നമുക്ക് ഇത് തോന്നത്തില്ല. നമ്മൾ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളത് ശ്രീല പ്രഭുപാദ് അതിൽ നിന്ന് കാണിച്ചു തന്നു എന്നുള്ളത് അത് സത്സ്വരൂപ മഹാരാജ് അതിൽ പറഞ്ഞു.